നമ്മുടെ ശരീരത്തിൻ്റെ നിലനിൽപ്പിന് ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ആന്തരിക അവയവങ്ങളിൽ ഒന്നാണ് കരൾ. അതുകൊണ്ട് തന്നെ കരളിന് പ്രത്യേക പരിചരണം ആവശ്യമാണ് തുടക്കം മുതലേ. ഹെപ്പറ്റൈറ്റിസ്, ലിവർ സിറോസിസ്, ഫാറ്റി ലിവർ, ലിവർ ക്യാൻസർ തുടങ്ങിയവയാണ് കരളിനെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട രോഗങ്ങൾ. അപ്പോൾ ഈ കരൾ രോഗത്തെ നമുക്ക് 2 സ്റ്റേജസ് ആയിട്ട് കാണാം. ഒന്ന് ബാധിച്ചു തുടങ്ങുന്ന ആ സ്റ്റേജ്, മറ്റൊന്ന് കരളിന് രോഗം ബാധിച്ചു കഴിഞ്ഞ സ്റ്റേജ്. അങ്ങനെ 2 സ്റ്റേജാണ് ഈ കരൾ രോഗത്തിന്. ഇതിൽ നമുക്ക് ഒന്നാമത്തെ സ്റ്റേജ്, ആദ്യത്തെ സ്റ്റേജ് വലിയ ലക്ഷണങ്ങൾ എന്ന് വെച്ചാൽ നമുക്ക് രണ്ടാമത്തെ സ്റ്റേജിൽ കാണുന്ന അത്ര വലിയ ലക്ഷണങ്ങളൊന്നും ആദ്യത്തെ സ്റ്റേജിൽ കാണത്തില്ല, തുടക്കത്തിൽ കാണത്തില്ല. അപ്പോൾ രോഗം ബാധിച്ചതിന് ശേഷമുള്ള സിംറ്റംസ് ശരീരം വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. കണ്ണിന് ചുറ്റും കറുപ്പ് പോലെ വരിക, അതുപോലെ ഡാർക്ക് കളർ യൂറിൻ, മലത്തിൽ കൂടി ബ്ലഡ് പോവുക, അതുപോലെ വൊമിറ്റ് ചെയ്യുമ്പോൾ ബ്ലഡ് വരിക, അങ്ങനെയൊക്കെയുള്ള സിംറ്റംസ് ബോഡി വ്യക്തമായിട്ട് കാണിക്കുന്നു. കരളിന് രോഗം ബാധിക്കാനായിട്ട് പ്രധാനമായിട്ട് 4 കാരണങ്ങളാണുള്ളത്. ഒന്നാമത് അൺഹെൽത്തി ഫുഡ് ഹാബിറ്റ്, രണ്ടാമത് വ്യായാമമില്ലാത്ത അവസ്ഥ, ശരീരത്തിനൊട്ടും വ്യായാമമില്ലാത്ത അവസ്ഥ, മൂന്നാമത് അമിതമായ മദ്യപാനം, നാലാമത് കണ്ടാമിനേറ്റഡ് ഫുഡിൽ നിന്നുള്ള വൈറസ്. ഈ 4 കാരണങ്ങളാണ് പ്രധാനമായിട്ടും ലിവർ ഡിസോർഡറിന് കാരണമാകുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് കരൾ രോഗത്തിൻ്റെ ആദ്യകാല ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ രോഗം ബാധിച്ചു തുടങ്ങുന്ന സമയത്തെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, അവയെ നമുക്ക് എങ്ങനെ ഫേസ് ചെയ്യാം. ഇന്നത്തെ നമ്മുടെ വീഡിയോ അതാണ്. അതിനു മുമ്പ് എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം. ലിവർ രോഗം എന്ന് പറയുന്നത് തന്നെ ഒരു സൈലന്റ് ഡിസീസ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ സ്റ്റേജ് 2 കാണിക്കുന്ന സിംറ്റംസ് ഒന്നും തന്നെ ആദ്യകാലങ്ങളിൽ ഉണ്ടാകണമെന്നില്ല. എന്നാലും ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ലക്ഷണങ്ങളാണ് ഇന്ന് ഞാനിവിടെ പറയുന്നത്. ആദ്യമായിട്ട് ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങൾ. അതിലേറ്റവും പ്രധാനം, നമുക്ക് പൊതുവേ ഭക്ഷണത്തിനോട് ഒരു താല്പര്യക്കുറവ് അനുഭവപ്പെടുന്നു. നമ്മൾ നേരത്തെ ഉള്ള ഒരു താല്പര്യം പോലുള്ള ആ ഭക്ഷണത്തിനോടുള്ള ഒരു ആർത്തി, അല്ലെ അതിനോട് തോന്നുന്ന ഒരു ആവേശം പെട്ടെന്ന് കുറയുന്നു. അതുപോലെ തന്നെ എന്തെങ്കിലും ചെയ്യുമ്പോൾ കുറച്ച് വർക്ക് പോലെ എന്തെങ്കിലും ചെയ്യുമ്പോൾ പെട്ടെന്നൊരു ഫാറ്റിക്, ശരീരത്തിന് ക്ഷീണം ഉണ്ടാകുന്നു. പെട്ടെന്ന് ബോഡി വെയിറ്റ് ഓരോ ദിവസം കഴിയുന്തോറും ബോഡി വെയിറ്റ് കുറഞ്ഞു വരുന്ന അവസ്ഥ. ഈ 3 അവസ്ഥയാണ് ഏറ്റവും പ്രധാനമായിട്ട് ആദ്യം ശരീരം കാണിക്കുന്ന ലക്ഷണം. അതിനുശേഷം അതിനോട് അടുപ്പിച്ച് വലത് കാലിൻ്റെ പാദത്തിൽ ചെറുതായിട്ട് നീര് വരിക, അതുപോലെ തന്നെ നമ്മുടെ വയറിൻ്റെ വലത് ഭാഗത്തായിട്ട് റിബ്സിന് തൊട്ട് താഴെ ചെറുതായിട്ട് വേദന തോന്നുക, ഇടയ്ക്കിടയ്ക്ക് തോന്നുന്ന വേദന, അതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന ലൂസ് മോഷൻ, മൊത്തത്തിൽ ഒരു സിക്ക് ഫീല്, ഒരു ഹെൽത്തി അല്ലെന്നുള്ളൊരു ഫീല് നമുക്ക് തന്നെ തോന്നുന്നു. അതുപോലെ തന്നെ കൺഫ്യൂസ്ഡ് മൈൻഡ്, എപ്പോഴും ഒരു മൂഡ് ഓഫ് ആയിട്ടിരിക്കാനുള്ള ഒരു ടെൻഡൻസി കാണിക്കുന്നു. ഇതൊക്കെ തന്നെ ലിവറിനെ ബാധിക്കുന്ന ഡിസോർഡറിന് കാരണമായേക്കാം. അതുപോലെ തന്നെ ഒന്നാമത്തെ സ്റ്റേജിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ ഭക്ഷണ കാര്യത്തിൽ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനം കാർബോഹൈഡ്രേറ്റും മധുരം കൂടെ മിക്സ് ചേർന്ന ഭക്ഷണം പൂർണ്ണമായി നമ്മൾ ഒഴിവാക്കണം. അതുപോലെ നാച്ചുറൽ ഫുഡാക്കുക, വെജിറ്റബിൾസ് കൂടുതലായിട്ട് കഴിക്കുക. അതുപോലെ സിട്രസ് ഫുഡാണ് നല്ലത്, കുറച്ച് പുളിയുള്ള പഴങ്ങളാണ് നല്ലത്. അതുപോലെ ഫാറ്റി ഫിഷ് നല്ലതാണ്, നട്ട്സ് നല്ലതാണ്. ആഹാരത്തിലൊക്കെ തന്നെ പൊതുവെ ഗാർലിക്കിൻ്റെ ഉപയോഗം കൂട്ടുക. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഭക്ഷണ കാര്യത്തിൽ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത്. കൂടുതൽ നാച്ചുറൽ ഫുഡ് ആക്കുക എന്നുള്ളതാണ് പ്രധാനം. കൂടുതൽ ആൾക്കാരെ ബാധിക്കുന്ന ലിവർ ഡിസീസ് എന്ന് പറഞ്ഞാൽ ഫാറ്റി ലിവർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ എക്സർസൈസിനും യോഗയ്ക്കും ഒക്കെ വളരെയേറെ പ്രാധാന്യമുണ്ട്. കുറച്ച് ഹാർഡായിട്ടുള്ള വർക്കൗട്ടായിരിക്കും ലിവറിൻ്റെ ഡിസോർഡർ മാറാൻ ഏറ്റവും നല്ലത്. 10 മിനിറ്റ് ശരീരം ഒന്ന് ചൂടാക്കിയതിന് ശേഷമാണ് യോഗ ചെയ്യാൻ. ഇവിടെ നമ്മൾ ചെയ്യുന്നത് നൗകാസനമാണ്. നമ്മുടെ അബ്ഡോമൻ ഭാഗത്ത് നല്ല സ്ട്രെയിനും സ്റ്റിമുലേഷനും വരുന്ന എക്സർസൈസാണ്, യോഗയാണ് നൗകാസനം. ഇത് ചെയ്യുന്നതിന് മുമ്പ് 2-3 പ്രാവശ്യം നന്നായിട്ട് ബ്രീത്ത് എടുത്ത് വിട്ടിട്ട് വേണം ചെയ്യാൻ. ലിവറിൻ്റെ ഫംഗ്ഷൻ ബൂസ്റ്റപ്പ് ചെയ്യാനായിട്ട് എപ്പോഴും കുറച്ച് സ്ട്രെയിൻ ഉള്ള യോഗയാണ് നല്ലത്, പ്രത്യേകിച്ചും അബ്ഡോമൻ ഭാഗത്ത്. ഞാനിവിടെ കാണിക്കുന്ന എല്ലാ യോഗയും മിനിമം ഒരു 15 പ്രാവശ്യമെങ്കിലും ചെയ്യണം. അടുത്തായിട്ട് നമ്മുടെ ലിവർ ഡിസോർഡറിൻ്റെ ഒരു ഒറ്റമൂലിയാണ് ചെയ്യുന്നത്, ധനുരാസനം. ഇത് ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ പോലെ ഇൻഹേൽ എക്സേൽ ചെയ്യാം. അബ്ഡോമൻ ഭാഗത്ത് നല്ല പ്രഷർ കിട്ടുന്നുണ്ട്, സ്റ്റിമുലേഷൻ കിട്ടുന്നുണ്ട്, ആ ഭാഗത്തിനൊക്കെ നല്ല ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാകുന്നുണ്ട്. ഇത് നമുക്കൊരു 10 മുതൽ 15 പ്രാവശ്യം വരെ ചെയ്യാം. വയറ് സംബന്ധമായിട്ടുള്ള എല്ലാ രോഗങ്ങൾക്കും ചെയ്യാവുന്ന ഒരു യോഗയാണിത്.
മറ്റുള്ള വ്യായാമങ്ങളിൽ നിന്നൊക്കെ യോഗയെ വ്യത്യസ്തമാക്കുന്ന ഇതാണ്. നമ്മുടെ സ്പൈനൽ കോഡിന് നല്ല ബലം കിട്ടും ഏത് യോഗ ചെയ്താലും. ഇത് ചെയ്തു നോക്കുമ്പോൾ അറിയാം നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങളും ഒരുപോലെ സ്ട്രെച്ച് ചെയ്യുന്ന ഒരു യോഗയാണ്. നമ്മുടെ ധനുരാസനം ഒരു 10 പ്രാവശ്യം കഴിഞ്ഞ് ശ്വാസമൊക്കെ എടുത്ത് വിട്ടൊന്ന് റിലാക്സ് ചെയ്തതിന് ശേഷം ഈ ഒരു എക്സർസൈസും കൂടെ അതിന് ശേഷം ചെയ്യാം. ഇവിടെ നമ്മൾ 2 കൈയും 2 കാലും മേപ്പോട്ട് ഉയർത്തി അബ്ഡോമൻ ഭാഗത്ത് പ്രഷർ കൊടുത്ത് നിർത്തുന്നു. അതിനുശേഷം തറയെ മുട്ടിക്കാതെ തന്നെ 2 കൈയും 2 കാലും ഒന്നിച്ചു കൊണ്ടുവരുന്നു. അതിനോടനുബന്ധിച്ച് തന്നെ നമ്മൾ എഴുന്നേറ്റ് പർവ്വതാസനത്തിൽ വന്ന് തിരിച്ച് വജ്രാസനത്തിൽ ഇരിക്കുന്നു. ധനുരാസനം ചെയ്യുമ്പോൾ നമ്മുടെ നട്ടല് യു ഷേപ്പ് വളയുന്നു. അപ്പോൾ അതിന് തിരിച്ച് വളയ്ക്കണം. അതിനു വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. അടുത്തായി നമുക്ക് പവനമുക്താസനം ചെയ്യാം. ഈ പവനമുക്താസനം ചെയ്യുന്നതിന് മുമ്പേ അതിനോടനുബന്ധിച്ച് കുറച്ച് എക്സർസൈസ്, കാലുകൊണ്ട് ചെയ്യുന്ന എക്സർസൈസ്, ജസ്റ്റ് സിമ്പിളായിട്ട് കാല് മേപ്പോട്ട് പൊക്കുകയും താക്കുകയും ചെയ്യുക. അപ്പോൾ കൈ രണ്ടും പുറകോട്ട് വെച്ച് ചെയ്യുമ്പോൾ വയറിൻ്റെ ഭാഗത്ത് നല്ല വലിവ് കിട്ടും. കാല് മേപ്പോട്ടും താപ്പോട്ടും ഒരു 10 മുതൽ 15 പ്രാവശ്യം വരെ ഉയർത്തിയതിന് ശേഷം പവനമുക്താസനം ചെയ്താൽ മതി. മുട്ടിൻ്റെ മേളിൽ പിടിക്കാൻ പറ്റാത്തവർക്ക് താഴ്ഭാഗത്ത് വേണേലും പിടിക്കാം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ശ്വാസം പൂർണ്ണമായിട്ട് വിട്ടുകൊണ്ട് വേണം മുട്ടിൽ മുട്ടിക്കാൻ. ഇത് നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ അറിയാം, അപ്പർ അബ്ഡോമൻ ഭാഗത്തിരിക്കുന്ന ലിവർ, ഈ ലിവറിലേക്ക് വരുന്ന ചെറിയ ബ്ലഡ് വെസൽസിൽ പോലും നല്ല ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാകുന്നു. ഇവിടെ നമ്മൾ പവനമുക്താസനം ചെയ്യുമ്പോൾ 2 കാല് കൊണ്ടും ചെയ്യാൻ പറ്റാത്തവർക്ക് ഓരോ കാലും മാറി മാറി ചെയ്യാം. അടുത്തായിട്ട് നമുക്ക് കപാൽഭാതി പ്രാണായാമയുടെ ഒരു വേരിയേഷൻ ചെയ്യാം. ഒരു മൂക്ക് അടച്ച് വെച്ച് അടുത്ത മൂക്കിൽ കൂടെ ശക്തമായി ശ്വാസം പുറത്തേക്ക് വിടുന്നു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ വയറകത്തോട്ട് വലിക്കണം. ശ്വാസം ഉള്ളിലോട്ട് എടുക്കാൻ നോക്കണ്ട, ജസ്റ്റ് പുറത്തേക്ക് മാത്രം വിട്ടാൽ മതി. പുറത്തേക്ക് വിടുന്ന സമയത്ത് വയറ് നന്നായിട്ട് അകത്തേക്ക് വലിച്ചു കൊടുക്കുക. ഇതും ഒരു മൂക്കടച്ച് വെച്ച് നമുക്കൊരു 15 പ്രാവശ്യം ചെയ്യാം. ഇതെല്ലാം ഞാൻ കുറേശ്ശേ കാണിക്കുന്നുള്ളൂ, വീഡിയോയുടെ ലെങ്ത് കൂടാതിരിക്കാനും. വജ്രാസനത്തിൽ ഇരുന്ന് ചെയ്യുന്നതാണ് നല്ലത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം. ബൈ.